നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരള രാഷ്ട്രീയം ഉഴുതുമറിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് ആരാണ്? അതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ബുദ്ധി കേന്ദ്രം ആരാണ്? ഇതിന്റെ പേരിൽ ഇടതും വലതും കൂടി ഇപ്പോൾ കടിപിടി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് UDF ആണെന്ന് CPM-ഉം അല്ല CPM-കാരാണെന്ന് UDF-ഉം കടിച്ചു കീറുകയാണ് പരസ്പരം. എന്നാൽ വിശ്വാസികൾ കട്ടായം പറയുന്നത് ശബരിമലയിൽ നിന്ന് ഒരു മുട്ടുസൂചി കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതെത്രയും പെട്ടെന്ന് അവിടെ തിരികെ എത്തിച്ചിരിക്കണം. ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവന്മാർ ഏതൊക്കെയാണെങ്കിലും ആരൊക്കെയാണെങ്കിലും എത്ര കൊമ്പന്മാരാണെങ്കിലും അവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ, സോണിയാഗാന്ധിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന പോറ്റി, ഈ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ഇടത് വലത് കടിച്ചു കീറലിനും വഴിവെച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി വേദി പങ്കിട്ടോ? അതിനുള്ള മറുപടി CPM-കാർ മുഖ്യമന്ത്രി തന്നെ നൽകണം. ഈ ചിത്രങ്ങൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കൂടി വഴിവെക്കുകയാണ്. അതായത് ഈ കൊള്ള നടന്നിരിക്കുന്നത് ചില രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങളുടെ കളിയാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഇതിൽ പങ്കുണ്ട്? ഇതിന്റെ നെല്ലും പതിരും തിരിയണമെങ്കിൽ ഹൈക്കോടതി തന്നെ കട്ടായം ഈ കേസുമായി നിൽക്കണം. അതിന്റെ അവസാനം കാണുന്നത് വരെ ഹൈക്കോടതി ഒരൊറ്റ നീക്കത്തിൽ നിന്നാൽ, പിന്നോട്ടേക്കില്ലാതെ നിന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മുഴുവനായും പുറത്തേക്ക് വരികയുള്ളൂ. എന്തായാലും ഈ ചിത്രങ്ങളിൽ ചിലതൊക്കെ സത്യമാണ്. അതായത് ചില UDF നേതാക്കളോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും CPM-കാരുമായിട്ട് വേദി പങ്കിടുന്ന ചിത്രങ്ങളും ഒക്കെയുണ്ട്. അതിലെല്ലാം തെറ്റല്ല, ചിലതൊക്കെ എഡിറ്റ് ചെയ്ത ചിത്രങ്ങളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ CPM പ്രധാനമായ ആയുധമാക്കുന്നത് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നതുമാണ്. അത് കളവാണോ ഇല്ലയോ എന്ന് കോൺഗ്രസുകാർ തന്നെ തെളിയിക്കട്ടെ എന്നാണ് CPM പറയുന്നത്. നമുക്കറിയാം, സോണിയാഗാന്ധി എന്ന നേതാവിനെ അങ്ങനെ ഇങ്ങനെ ആർക്കും കാണാൻ കഴിയില്ല. Z+ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ് സോണിയാഗാന്ധി. കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും സോണിയാഗാന്ധിയെ പെട്ടെന്ന് ചെന്നങ്ങ് കാണാൻ കഴിയില്ല. മുൻപ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ് K. കരുണാകരന് പോലും സോണിയാഗാന്ധിയെ കാണാൻ പറ്റാതെ പോയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ. മുഖ്യമന്ത്രി പിണറായി വിജയനും വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു പോയിന്റ് എടുത്തിട്ടിരുന്നു. അങ്ങനെ ആർക്കും, കോൺഗ്രസുകാർക്ക് പോലും കാണാൻ കഴിയാത്ത സോണിയാഗാന്ധിയെ ഒരു തവണയല്ല 2 തവണ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് കോൺഗ്രസുകാർ മറുപടി പറയുക തന്നെ വേണം. ഇതാണ് ഇപ്പോൾ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും പിടിവള്ളിയാക്കുന്നതും വജ്രായുധമാക്കുന്നതും. ഇതോടെയാണ് CPM-നെ അടിച്ചിരുത്താൻ കോൺഗ്രസുകാർ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ കുശലം പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട്. അതെന്താണ്? ഇതിന് മറുപടി നൽകണം എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. ശബരിമലയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കളവ് പറയുകയാണ് എന്ന വലിയ ട്രോളും വരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ ജയിലിൽ പോയതെല്ലാം CPM-കാരാണ്. വിഷയത്തിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ റിപ്പോർട്ടർ TVയിലെ അവതാരകൻ അരുൺകുമാർ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവിയിൽ മന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയ്ക്ക് ഗൂർഖ ജീപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിലെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് എന്ന് അരുൺകുമാർ പറയുന്നു. ചെന്നിത്തല പറഞ്ഞതാണ് അപ്പോൾ കളവ്, അതായത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഈ ജീപ്പ് കൈമാറ്റ ചടങ്ങിൽ ചിലത് അരുൺകുമാർ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന് സ്പോൺസർഷിപ്പിലൂടെ ഒപ്പിച്ചു നൽകിയ ജീപ്പ് കൈമാറ്റ ചടങ്ങായിരുന്നു അവിടെ നടന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘടിപ്പിച്ച ചടങ്ങ്. ആ ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി പോയത് എന്നുള്ള വലിയ ആരോപണം ഇപ്പോൾ ശക്തമായി രംഗത്തേക്ക് വരികയാണ്. ഇതൊന്നും അരുൺകുമാർ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് അരുൺകുമാർ അതൊക്കെ അങ്ങ് വിഴുങ്ങിയത് എന്നുള്ള ചോദ്യവും ശക്തം. രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്ന് ചെവിയിൽ മന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞ അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ ചെവിയിലെ പോറ്റിയുടെ മന്ത്രിക്കൽ മറച്ചുവെച്ചു. ഈ സാഹചര്യത്തിലാണ് അരുൺകുമാറിന്റെ ശ്രദ്ധയിലേക്ക് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പല ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ എന്തുകൊണ്ടാണ് വാസുവിനെതിരെയും പത്മകുമാറിനെതിരെയും CPM നടപടിയെടുക്കാത്തത് എന്നുള്ള ചോദ്യവും ഏറ്റവും റെലവന്റ് ആണ്.
വാസു പ്രസിഡന്റ് ആയപ്പോൾ തുടങ്ങിയ കൊള്ളയാണ് അവിടെ. പിന്നിൽ വൻ മാഫിയ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. സുരക്ഷാ വലയത്തിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെവിയിൽ എങ്ങനെ പോറ്റി സംസാരിച്ചു എന്നതിന് മറുപടി നൽകണമെന്നും ചെന്നിത്തല പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. 2009 ശബരിമലയിലേക്ക് ആളെയും യന്ത്ര സാധനങ്ങളും എത്തിച്ചുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ട് കൂടി 2019 എന്തിന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതൊരു ചോദ്യമല്ലേ? അപ്പോൾ അത് കൊള്ള നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് 2019 പിണറായി ഭരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അവിടെ കൊള്ളയ്ക്ക് കോപ്പ് കൂട്ടിയതിൽ 2019 എന്ന വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതിൽ പലർക്കും പങ്കുകളുണ്ട്. അതിൽ ഈ പറയുന്ന ഇടതിനും വലതിനും ഒക്കെ പങ്കുണ്ട്. വലിയൊരു കൊള്ള ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ആ കൊള്ളയുടെ എല്ലാ വശങ്ങളുമാണ് പുറത്തേക്ക് വരേണ്ടത്. എന്നാൽ അത് മറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടതും വലതും കൂടി പരസ്പരം അടിച്ച് വിഷയം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നാൽ അതിവിടെ ചെലവാകില്ല. കാരണം വിശ്വാസികൾ ഈ അന്വേഷണം എല്ലാ രീതിയിലും അവർ നോക്കിക്കാണുന്നുണ്ട്. അവരതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡി മണി ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊള്ള എന്ത് വിവാദം കൊണ്ടുവന്നും മറയ്ക്കാമെന്ന് കരുതിയാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത് സൂചിപ്പിച്ച ചെന്നിത്തല സോണിയയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും സോണിയാഗാന്ധി പോറ്റിയാണെന്ന് തിരിച്ചറിഞ്ഞു കാണില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ശബരിമല ബാധിച്ചില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തള്ളിയ ചെന്നിത്തല ജനങ്ങൾക്കാകും തെറ്റുപറ്റിയതെന്നും പരിഹസിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നും കേസ് അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM നേതാക്കൾ ജയിലിൽ കഴിയുമ്പോഴാണ് കേസിൽ കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്നും ചെന്നിത്തല മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെയും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതും മറ്റ് ചില UDF അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കൂടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. ഇതിന്റെ ആധികാരികത ചോദിക്കുമ്പോൾ CPMന് ചില ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിപ്പോൾ അകത്തായിരിക്കുന്നവരിൽ എല്ലാവരും CPMകാരാണ്. ഇവർക്കെതിരെ പാർട്ടി എന്ത് നടപടിയെടുത്തു? എന്തുകൊണ്ട് പാർട്ടി നടപടി എടുക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? അത് ഇവിടുത്തെ പ്രതിപക്ഷത്തെ നിങ്ങൾ ബോധിപ്പിക്കേണ്ട, പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. പക്ഷെ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. പത്മകുമാറിനെ പാർട്ടി പുറത്താക്കിയോ, എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യത്തിനും ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളത് കാണിക്കും എന്ന ധാർഷ്ട്യമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിക്കുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDFനും കോൺഗ്രസിനും പങ്കുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചതിലും കൊള്ള നടത്തിയതിലും UDFനും കോൺഗ്രസിനും ഒക്കെ പങ്കുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു വെക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ചിത്രം അതിനൊരായുധമാക്കി ഇപ്പോൾ ഉയർത്തി കാണിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പോലും അതിന് ഉദാഹരണമാണ്. കാരണം നേരിട്ട് കോൺഗ്രസിനെ വിരൽ ചൂണ്ടുന്ന പല പ്രസ്താവനകളും മുഖ്യമന്ത്രി നടത്തിക്കഴിഞ്ഞു. ഞാൻ മറ്റു തരത്തിൽ പറയുന്നത് ശരിയല്ലോ അല്ലേ? ചെവിയിൽ പറയുന്നതൊന്നും എൻ്റെ ചെവിയിലായിരിക്കില്ല. അത് സാധാരണ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാക്കി ഇരുന്നയാളാണല്ലോ. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ശീലം വെച്ച് പറയുന്നതായിരിക്കും. അതൊന്നും ഞാൻ പറയട്ടെ, അതൊന്നും എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങളൊരു മാന്യത വെച്ച് സാധാരണ മര്യാദ അനുസരിച്ചും ഇത്തരം കേസുകളിലൊന്നും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കാൻ അധികം പോകാറില്ല. ഇതൊക്കെ ഒരു കേസാണ്. ആ കേസിൽ ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പുകാർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിൻ്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് നല്ല കോൺഗ്രസ് ബാന്ധവമുള്ളവരാണ്, നല്ല കോൺഗ്രസിൻ്റെ ആളുകളുമാണ്. ആരുടെയും പേര് ഞങ്ങളാരും ഇതേവരെ പറഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ അതിൻ്റെ കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവും, എൻ്റെ ചിത്രങ്ങളും അതിനു വേണ്ടി വക്രീകരിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇവർ നല്ല രീതിയിൽ ഏതെല്ലാം തരത്തിൽ LDFനെ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ, പാട്ടുകൾ, പിന്നെ സഖാക്കളെ കള്ളന്മാരെന്ന് വിളിക്കൽ, ഇങ്ങനെയെല്ലാമുള്ള പലതും നടക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറയിക്കലാണോ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, അദ്ദേഹവും കൂടി താല്പര്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാൾ ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശ്, അവർ സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട് എന്തായാലും. ഇതിൽ സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ്. അവരുടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ലീഡർ എന്ന വിശേഷണ പദത്തോടെ സാധാരണ കോൺഗ്രസ്സുകാരെല്ലാം വിളിക്കുന്ന K. കരുണാകരൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? 2003 അപ്പോയിൻമെൻറ്റ് ലഭിക്കാതെ കേരള ഹൗസിൽ K. കരുണാകരൻ താമസിക്കേണ്ടി വന്നു. സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചതാണ്. പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി. ഇവിടെ എത്തിയതിന് ശേഷം അതിലുള്ള നീരസം അദ്ദേഹം പരസ്യമാക്കി. നിങ്ങൾ ചിലരൊക്കെ ആ കാലത്തും ഈ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ അത്. ഇപ്പോൾ കോൺഗ്രസ്സിലല്ല, നേരത്തെ ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ഇതേ ഗാന്ധി കുടുംബത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചു, ലഭിച്ചില്ല. അദ്ദേഹം ആ നീരസത്തിൻ്റെ ഭാഗമായി BJP-യിൽ ചേർന്നുവെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ്സിലെ നിയമസഭാ കക്ഷി മുഴുവനായിട്ട് തന്നെ BJP-ആയി മാറി. അതിനു പിന്നിലും ഈ അപ്പോയിൻമെൻറ്റ് ലഭിക്കാത്തതായിരുന്നുവെന്ന് കാരണമെന്ന വാർത്ത ആ ഘട്ടത്തിലുണ്ടായി. ഇത് ഞാൻ പറയുന്നത് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ എളുപ്പമല്ല, സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കൽ. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ
പ്രതികൾക്ക് ലഭിച്ചു. പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നതല്ലല്ലോ. നമ്മുടെ ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടത്തുന്ന ഇതിൻ്റെ ഹാളിൻ്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോ ഇല്ലേ, ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത്. ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ്. ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത്. അതുപോലെയല്ലല്ലോ ഇത്. അത് ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷനാണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? അതും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റ് പ്രചരണം നടത്തുന്നതിന് വലിയ അർത്ഥമുണ്ടോ? ഞങ്ങളിതൊന്നും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. പക്ഷേ ഇതൊക്കെയാണ് വസ്തുതകൾ എന്നുള്ളത് നമ്മൾ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡി മണി SIT കസ്റ്റഡിയിലായതോടെ പല കേന്ദ്രങ്ങളും ഇപ്പോൾ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരും? കാരണം ഡി മണി അത്ര നിസ്സാരക്കാരനല്ല. കേരളത്തിലെ രാഷ്ട്രീയക്കാരുമായും തമിഴക രാഷ്ട്രീയത്തിലുമൊക്കെ വലിയ പിൻബലമുള്ള ആളാണ് ഈ ഡി മണി. ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും പുരാതന വിഗ്രഹങ്ങൾ കടത്തിയതിനെക്കുറിച്ചുമുള്ള അന്വേഷണം ഇപ്പോൾ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. ഈ കേസിൽ ഏറെ നാളായി പോലീസിനെ കുഴപ്പിച്ചിരുന്ന ഡി മണി എന്ന അപരനാമത്തിന് പിന്നിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിട്ടുണ്ട്. ഇയാൾ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണ്. ആളുകളെ കടത്തുന്ന കേസിൽ ഉൾപ്പെടെ ഇയാൾക്ക് പങ്കുണ്ട് എന്ന ആരോപണമുണ്ട്. രാഷ്ട്രീയ സംഘർഷ കേസുകളുമുണ്ട്. ദിണ്ടിഗലിൽ ഇയാൾക്ക് ഒരു കടയുമുണ്ട്. അയ്യപ്പ വിശ്വാസികളെ ആകെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഈ കേസിലെ ഓരോ വിവരങ്ങളും പുറത്തുവരുന്നത്. തികച്ചും അവിശ്വസനീയമായ സാഹചര്യങ്ങളിലൂടെ ഈ ഗൂഢാലോചനയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ടത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് വിശ്വാസികൾ കരുതുന്നു. അധോലോക നായകരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഇയാൾ ദാവൂദ് മണി എന്ന പേരിലാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് അറിയപ്പെട്ടിരുന്നത്. വിരുദുനഗറിൽ നിന്നുള്ള ശ്രീകൃഷ്ണൻ എന്ന സഹായി മുഖേനയാണ് ബാലമുരുകൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരുമായി പ്രമുഖരുമായിട്ടൊക്കെ അവിശുദ്ധ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. വളരെ നിശബ്ദനാണ് നിലവിൽ ഡി മണി എന്ന ബാലമുരുകൻ. ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയ പ്രവാസി വ്യവസായിക്ക് പുരാവസ്തുക്കളോട് താല്പര്യമുണ്ട്. അങ്ങനെ എത്തിയപ്പോഴായിരുന്നു ഇയാളെ അടുത്തറിഞ്ഞത്. പിന്നീടാണ് ശബരിമലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ചില ഫോൺ നമ്പറും ഫോൺ സംഭാഷണവും ഇയാളിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ അന്വേഷണമാണ് ഡി മണിയിൽ എത്തിച്ചത്. ഭക്തലക്ഷങ്ങളെ നടുക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നതോടെ ഈ സംഘത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള അധോലോക മാഫിയകളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസ് ഗൗരവമായി പരിശോധിക്കുകയാണ്. ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിദേശ വ്യവസായി നൽകിയ രഹസ്യ വിവരങ്ങളും ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുമാണ് ബാലമുരുകനെ വലയിലാക്കാൻ പോലീസിനെ സഹായിച്ചത്. ആഗോള പുരാവസ്തു വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന അതീവ പ്രാധാന്യമുള്ള വിഗ്രഹങ്ങളാണ് ഈ സംഘം മോഷ്ടിച്ച് കടത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം ദേവസ്വം ബോർഡിന്റെ കൂട്ടായ ആലോചനയുടെ ഫലമാണെന്ന ഹൈക്കോടതിയുടെ പ്രസ്താവന മുൻ ഭാരവാഹികളെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്. തങ്ങൾ കുടുങ്ങുമെന്നുറപ്പായതോടെ മുൻ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസും N. വിജയകുമാറും നിയമസഹായം തേടി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട്. തനിക്ക് ബാലമുരുകനെ പരിചയമില്ലെന്ന വാദത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഇരുവരെയും നേർക്കുനേർ ഇരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുമെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.